നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിൽ സുഗതന് അനുകൂല മറുപടി തയ്യാറാക്കിയ തദ്ദേശ ആഭ്യന്തര വകുപ്പുകളിലെ അണ്ടർ സെക്രട്ടറിമാർക്കെതിരെ അന്വേഷണം. സുഗതന്റെ അപേക്ഷ നിരസിക്കണമെന്ന് തദ്ദേശ മന്ത്രി കെ.എം. ഷാജി നിർദ്ദേശം നൽകി എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോ സുഗതന്റെ കത്തിനെക്കുറിച്ചോ തദ്ദേശ വകുപ്പിനോട് അഭിപ്രായം ആരാഞ്ഞതിനെക്കുറിച്ചോ അറിഞ്ഞിരുന്നില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോ സുഗതന്റെ കത്തിനെക്കുറിച്ചോ അതുപോലെ തന്നെ ഇത്തരത്തിൽ തദ്ദേശ വകുപ്പിനോട് അഭിപ്രായം ചോദിച്ചതിനെക്കുറിച്ചോ ഈ വിവരത്തെ പറ്റി യാതൊന്നുമേ അറിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുഗതന് അനുകൂലമായ മറുപടി കത്ത് തയ്യാറാക്കിയതിൽ വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തലുണ്ടായി. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അണ്ടർ സെക്രട്ടറിമാർക്കെതിരെ അന്വേഷണം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബി.ജെ.പി. ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടെടുത്തുന്ന തരത്തിൽ സർക്കാരിനെതിരെ ഇടതുമുന്നണി പ്രചാരണം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രചാരണം നടത്തുന്നതും തിടുക്കത്തിലുള്ള നടപടിക്ക് നയിച്ചിരിക്കുകയാണ്. എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 22-നാണ് സുഗതൻ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിൽ അഭിപ്രായം ആരാഞ്ഞ് കഴിഞ്ഞ മാസം 2-ന് ആഭ്യന്തര വകുപ്പ് രഹസ്യ വിഭാഗം തദ്ദേശ വകുപ്പിന് കത്ത് നൽകി. ഫയൽ എത്തിയപ്പോൾ അപേക്ഷ നിരസിക്കാനാണ് തദ്ദേശ മന്ത്രി നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് 18-ന് ആഭ്യന്തര വകുപ്പിന് മറുപടി കത്ത്. ഇതിൽ കരുതൽ തടങ്കലിലുള്ള പ്രതിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പരോൾ നൽകുന്നതിന് വ്യവസ്ഥയില്ലെന്നും അടിയന്തര മാനുഷിക പരിഗണനകൾക്ക് മാത്രമാണ്, അതായത് മരണം, ഗുരുതര രോഗം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ ജയിൽ ചട്ടങ്ങളിൽ പരോൾ വ്യവസ്ഥ ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ കൗൺസിലർക്ക് അനുവാദം നൽകാമെന്നും ഈ അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ കൗൺസിലർ അയോഗ്യതയിൽ നിന്ന് സുരക്ഷിതമായിരിക്കുമെന്നും പരോൾ അനുവദിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും കത്തിലെ 2ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് 20-ന് സുഗതന് നൽകിയ മറുപടി കത്തിൽ തദ്ദേശ വകുപ്പ് നൽകിയ കത്തിലെ ഇതേ വാചകങ്ങളാണ് ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും അണ്ടർ സെക്രട്ടറിമാർക്കെതിരെ അന്വേഷണം നടക്കും, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ആർ. സുഗതന് അനുകൂലമായ കത്തിൽ ആഭ്യന്തര വകുപ്പ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. RSS UDF ഡീലിന്റെ ഭാഗമാണ് കത്ത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചത്. കത്ത് നിയമവിരുദ്ധമാണെന്നും സുഗതന് അവധി അനുവദിച്ചതിനെ നിയമപരമായി നേരിടുമെന്നും KS ശബരിനാഥൻ പ്രതികരിക്കുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാപ്പ കേസിൽ പ്രതിയായ ആർ. സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുമ്പോൾ BJP ആയുധമാക്കിയതാണ് ആഭ്യന്തര വകുപ്പിന്റെ കത്ത്. ഈ കത്തിലാണ് ഇപ്പോൾ വിവാദം ശക്തമാകുന്നത്. ആഭ്യന്തരമന്ത്രി ഈ കത്തിന്മേൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് കൂടി ആഭ്യന്തര വകുപ്പ് സുഗതനെ എന്തിനുപദേശിച്ചു? ഈ ചോദ്യമാണ് നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്പരം ഉന്നയിക്കുന്നത്. കാപ്പ പ്രതിക്കും അവധിയാകാമെന്നാണ് കത്തിലൂടെ ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. കത്ത് ഏത് സാഹചര്യത്തിൽ നൽകി? ഇതൊരു ചോദ്യമാണ്. അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തും. എന്തായാലും എന്തുകൊണ്ട് അണ്ടർ സെക്രട്ടറി ഇത്തരത്തിലൊരു കത്ത് നൽകി എന്നതൊരു ചോദ്യം തന്നെയാണ്. വീഴ്ച കണ്ടെത്തിയാൽ അണ്ടർ സെക്രട്ടറിക്കെതിരെ നടപടിയും ഉണ്ടാകും. സുഗതന് അനുകൂലമായ കത്തിൽ RSS കോൺഗ്രസ് ഡീലുണ്ട് എന്നതടക്കമുള്ള ആരോപണവുമായി പ്രതിപക്ഷവും കളം നിറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയതെന്നായിരുന്നു CPI നേതാവ് V. ശിവൻകുട്ടി വിമർശിച്ചത്. ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്ന ചോദ്യവും V. ശിവൻകുട്ടി ഉന്നയിച്ചു. തങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഫയലിൽ എഴുതാമെന്ന ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ ഭരണ സംവിധാനം തയ്യാറാകണമെന്നും അല്ലെങ്കിൽ അതിന്റെ പാപഭാരം നേരിടാൻ പോകുന്നത് പാർട്ടിയും മുന്നണിയുമാണെന്നും KS ശബരിനാഥൻ പറഞ്ഞു. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു KS ശബരിനാഥന്റെ പ്രതികരണം. ശബരിനാഥൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തിരുവനന്തപുരം നഗരസഭ അധികാരമേറ്റ നാൾ മുതൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി UDF പ്രവർത്തിക്കുകയാണ്. വികസനത്തിനും മറ്റ് പൊതുകാര്യങ്ങളും നഗരസഭയെ അനുകൂലിക്കുകയും എന്നാൽ ദിശ തെറ്റി അവർ സഞ്ചരിക്കുമ്പോൾ വിഷയങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി ഞങ്ങൾ 20 കൗൺസിലർമാർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇന്നലെ കോർപ്പറേഷനിൽ വാഴോട്ടുകോണം കൗൺസിലറുടെ അവധിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട മേയർ വായിച്ചപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കൗൺസിൽ കഴിഞ്ഞ് നേരെ ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ഇത്രയും വിവാദമായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും അറിയാതെ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നത് പോലെ നിയമത്തിന്റെയും ലോജിക്കിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു ദുർബല ഉത്തരവിറക്കിയത്. ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്? ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ അതൃപ്തി അറിയിച്ച ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സത്വര നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. എനിക്കറിയാൻ കഴിയുന്നത് ഈ ഫയലിലെ കരുതലിന്റെ ഉറവിടം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ഭരണപക്ഷം പറയുന്നത് അക്ഷരം തെറ്റാതെ അതുപോലെ അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഭരണം മാറിയിട്ടും നിയമവിരുദ്ധമായി ഫയലിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എഴുതി വയ്ക്കാമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ ഭരണ സംവിധാനം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ പാപഭാരം അനുഭവിക്കാൻ പോകുന്നത് പാർട്ടിയും മുന്നണിയുമാണ്. നേതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ഞങ്ങൾ UDF കൗൺസിലർമാർ പോരാട്ടങ്ങൾ തുടരുമെന്നും ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും BJP കൗൺസിലറായ സുഗതന് അനുകൂലമായി ജയിൽ വകുപ്പ് കത്ത് നൽകിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും ഈ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ളതായിരുന്നു ജയിൽ വകുപ്പിന്റെ കത്ത്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കൗൺസിൽ ഈ അപേക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ സുഗതന് സ്ഥാനം നഷ്ടമാകില്ല എന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർ സുഗതന്റെ അവധി അപേക്ഷ അവതരിപ്പിക്കുകയും 51 പേരുടെ പിന്തുണയോടെ അത് അംഗീകരിക്കുകയും ചെയ്തു. ഈ സമയം UDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും BJP നേതാവ് VV രാജേഷ് ജയിൽ വകുപ്പിന്റെ സർക്കുലർ ഉയർത്തിക്കാട്ടിയാണ് അതിനെ പ്രതിരോധിച്ചത്. ഇതാണിപ്പോൾ ചെന്നിത്തലയുടെ അതൃപ്തിക്ക് കാരണമായത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ഒപ്പിട്ട ഈ കത്ത് പുറത്തിറക്കിയത് ആഭ്യന്തരമന്ത്രി അറിയാതെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന ഈ നീക്കത്തിൽ കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം അറിയിച്ചത്. സുഗതനെ സഹായിക്കുന്ന തരത്തിൽ ഇത്തരമൊരു കത്ത് എങ്ങനെ തയ്യാറാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് മന്ത്രിയുടെ തീരുമാനം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.